വിഖ്യാത ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കഥയാണ് ഇത്. അദ്ദേഹം പ്രിൻസ്റ്റണിൽ നിന്ന് ട്രെയിനിൽ യാത്ര പോവുകയായിരുന്നു. ടിക്കറ്റ് പരിശോധിക്കുന്ന ആൾ ഐൻസ്റ്റീൻ്റെ അടുത്തേക്ക് വന്നു. താങ്കളുടെ ടിക്കറ്റ് എവിടെ? പരിശോധകൻ ചോദിച്ചു. ഐൻസ്റ്റീൻ തൻ്റെ പോക്കറ്റുകളിലും ബാഗിലും എല്ലാം പരതിയെങ്കിലും ടിക്കറ്റ് മാത്രം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തെ ആകെ പാനിക്കായി, പരിഭ്രാന്തനായി. പരിശോധകൻ ഐൻസ്റ്റീൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞു. സാറ് വിഷമിക്കേണ്ട, എനിക്കറിയാം താങ്കൾ ആരാണെന്ന്. ടിക്കറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, താങ്കൾ യാത്ര ചെയ്തോളൂ. പരിശോധകൻ വളരെ സൗമ്യമായി, വളരെ ആദരവോടെ ലോകമറിയുന്ന വിഖ്യാത ശാസ്ത്രജ്ഞനാണ് ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ തൻ്റെ കൺമുന്നിലുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു. എന്നാൽ ഐൻസ്റ്റീൻ തൻ്റെ തരച്ചിൽ അപ്പോഴും തുടരുകയാണ്. അവിടെ ഇവിടെയും തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ അദ്ദേഹം തൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് ചുരുട്ടിയ കടലാസ് കഷ്ണം പുറത്തെടുത്തു. ടിക്കറ്റായിരുന്നു. പരിശോധകൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സാർ, ഞാൻ പറഞ്ഞില്ലേ ടിക്കറ്റ് ഇല്ലെങ്കിലും പ്രശ്നമില്ല, അങ്ങേക്ക് യാത്ര ചെയ്യാമെന്ന്. അതിന് ഐൻസ്റ്റീൻ പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധിക്കണം. അതെ, താങ്കൾ പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷേ എനിക്ക് എവിടെയാണ് പോകേണ്ടത് എന്നറിയാൻ ഈ ടിക്കറ്റ് വളരെ ആവശ്യമാണ്. ഐൻസ്റ്റീൻ്റെ മറുപടി വളരെ ഒരുപക്ഷെ ടിക്കറ്റ് എക്സാമിനെ വളരെ അത്ഭുതപ്പെടുത്തി. കാരണം അദ്ദേഹത്തിൻ്റെ മറവി ഏറെ പ്രശസ്തമാണ്. കാരണം അദ്ദേഹം എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നതെന്ന് ചിലപ്പോൾ അദ്ദേഹം മറന്നു പോകാൻ സാധ്യതയുണ്ട്. ടിക്കറ്റ് എടുത്ത് നോക്കുമ്പോൾ അറിയാമല്ലോ എങ്ങോട്ടാണ് പോകുന്നത്. ഈ കഥ ലക്ഷ്യബോധത്തെപ്പറ്റി പറയാനാണ് പൊതുവെ ആളുകൾ ഉദ്ധരിക്കാറുള്ളത്. ജീവിതത്തിൽ എങ്ങോട്ട് പോകണം, എന്ത് നേടണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമുക്കില്ലെങ്കിൽ എത്ര കഴിവുണ്ടെങ്കിലും പ്രയോജനമില്ല. ഒരു ടിക്കറ്റ് ഒരു യാത്രയുടെ ലക്ഷ്യം കാണിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. ആ ലക്ഷ്യമുണ്ടായാൽ മാത്രം പോരാ, ആ ലക്ഷ്യത്തിന് നന്മയുടെ വഴി സ്വീകരിക്കാൻ പറ്റുന്നതായിരിക്കണം. എന്ത് ലക്ഷ്യവും, ഇപ്പോൾ കള്ളക്കടത്തുകാരന് ലക്ഷ്യം ഉണ്ടാകും, ഏറ്റവും വലിയ കോടീശ്വരനാകുക, ഏതും കള്ളക്കടത്ത് ചെയ്യുക എന്നുള്ളതല്ല. നന്മയുടെ വഴിയിലൂടെ ലക്ഷ്യത്തെത്താനുള്ള പ്രവർത്തനം, അതോടൊപ്പം ലക്ഷ്യത്തെക്കുറിച്ചുള്ള സാമാന്യ ബോധവും. ചില ആളുകൾ പറയും ദ എൻഡ് ജസ്റ്റിഫൈ ദ മീൻസ് എന്ന് പറയും. മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കുമെന്ന് ആളുകൾ പറയും. ഒരിക്കലും മാർഗം നല്ലതല്ലെങ്കിൽ ലക്ഷ്യവും നല്ലതാകില്ല എന്നാണ് ബുദ്ധിയും വിവരമുള്ളവർ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്.